ശരണമയ്യപ്പ സ്വാമിയേ കീ ജയ്. അയ്യപ്പ ശാസ്താവേ കീ ജയ്. ശരണമയ്യപ്പ സ്വാമിയേ കീ ജയ്. പ്രേമസ്വരുകളും ആത്മസ്വരുകളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ക്ഷണിച്ച ആചാര്യന്മാർക്കും നമസ്കാരം. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ അടുത്തുണ്ടായ സംഭവവികാസങ്ങൾ ഏറ്റവും ദൗർഭാഗ്യകരമാണ്. ഓരോ ക്ഷേത്രസങ്കല്പത്തെക്കുറിച്ചും ക്ഷേത്ര ആരാധനയെക്കുറിച്ചും വേണ്ടത്ര അറിവില്ലാത്തതാണ് മിക്ക പ്രശ്നത്തിനും കാരണം. ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെ പ്രതിഷ്ഠാസങ്കല്പങ്ങളുണ്ട്. അതിനെ അവഗണിക്കുന്നത് ശരിയല്ല. ക്ഷേത്ര ആരാധനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്ഷേത്രത്തിലെ ദേവതയും സർവ്വമായ ഈശ്വരൻ്റെയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. സർവ്വമായ വ്യാപിയായ ഈശ്വരന് യാതൊരു പരിമിതികളുമില്ല. അവിടുന്ന് സ്ത്രീയെന്നോ പുരുഷനെന്നോ അവിടത്തേക്ക് സ്ത്രീ പുരുഷ വ്യത്യാസവും ഇല്ല. ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന അനന്തമായ ശക്തിയാണ്. പക്ഷേ ക്ഷേത്രത്തെ ദേവിയുടെ കാര്യത്തിൽ ഇത് വ്യത്യാസമാണ്. സമുദ്രത്തിലെ മത്സ്യവും ടാങ്കിലെ മത്സ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ടാങ്കിൽ കിടക്കുന്ന വളർത്തുന്ന മത്സ്യത്തിന് നമ്മൾ സമയാസമയം ഭക്ഷണം കൊടുക്കണം, അതുപോലെ വെള്ളം മാറി കൊടുക്കണം, ഓക്സിജൻ കൊടുക്കണം. സമുദ്രത്തിലെ മത്സ്യത്തിന് ഇങ്ങനെയുള്ള നിബന്ധനകളൊന്നുമില്ല. അതുപോലെ നദിയിലിറങ്ങി നമ്മൾ കുളിക്കുന്നതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ആവശ്യമില്ല. അതേ നദിവെള്ളം ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് ആക്കുമ്പോൾ അതിന് ക്ലോറിൻ ഇടണം, ഫിൽറ്റർ ചെയ്യണം. അത് കുളിക്കുന്നതിന് മുമ്പേ നമ്മൾ കുളിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് വേറെ വെള്ളത്തിൽ കുളിക്കണം. ഈർപ്പെല്ലാം കളഞ്ഞിട്ട് പ്രത്യേക ഒരു വസ്ത്രം ധരിക്കണം. പിന്നെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുമ്പോൾ സോപ്പും തേക്കാൻ പാടില്ല. ഇതുപോലെ നദിയിലെ വെള്ളം തന്നെയാണ് സ്വിമ്മിംഗ് പൂളിൽ കോരിയിരിക്കുന്നത്. ആ സർവ്വ ഈശ്വരൻ്റെ ഒരു ഭാഗം തന്നെയാണിത്. പക്ഷെ അതിൽ ശുദ്ധാശുദ്ധിയും ആചാരാനുഷ്ഠാനങ്ങളും ആവശ്യമാണ്. നമ്മൾ ഏത് രീതിയിൽ ഭാവിക്കുന്നു അതുപോലെ നമുക്ക് ഫലവും കിട്ടും. നമ്മൾ വിത്ത് നട്ടാൽ അതിന് വെള്ളവും കൊടുക്കുന്നുണ്ട് പൂവും കായും ഫലങ്ങളും കിട്ടുന്നത്. ഓരോ ക്ഷേത്രദേവതയ്ക്കും യഥാസമയം പൂജ ചെയ്യണം. അതുപോലെ തന്നെ നിവേദ്യങ്ങൾ സമർപ്പിക്കണം, ശുദ്ധാശുദ്ധി നോക്കണം. അതുപോലെ ആചാരാനുഷ്ഠാനങ്ങൾ വേണം. സർവ്വമായ ഈശ്വരന് ഇങ്ങനെയുള്ള പരിമിതികൾ ഇല്ല. ക്ഷേത്രത്തിലെ ഓരോ ദേവതയ്ക്കും പ്രത്യേകം സങ്കല്പമുണ്ട്. രൗദ്രഭാവത്തിലെ ദേവിയുടെ സങ്കല്പം വേറെ, ശാന്തഭാവത്തിലുള്ള ദേവിയുടെ സങ്കല്പം വേറെ. ഓരോ ക്ഷേത്രപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ചില സങ്കല്പങ്ങളുണ്ട്. ഇന്ന പൂജ വേണം, ഇന്ന ആചാരങ്ങൾ വേണം, ഇന്ന ശുദ്ധാശുദ്ധി വേണം. സഗുണാരാധനയ്ക്ക് ഈ രീതിയിലൊക്കെ ഉള്ള പ്രാധാന്യങ്ങളുണ്ട്. പാരമ്പര്യമായുള്ള നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേണ്ട വിധത്തിൽ ആചരിച്ചില്ലെങ്കിൽ അത് ക്ഷേത്രാന്തരീക്ഷത്തെ പ്രതികൂലമായി ബാധിക്കും. ക്ഷേത്ര സങ്കല്പത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ക്ഷേത്രം മൈനറാണെന്ന് പറയും. ഒരു കൊച്ചുകുട്ടിക്ക് അച്ഛനും അമ്മയും അധ്യാപകരും ആവശ്യം പോലെ ക്ഷേത്രത്തിൽ തന്ത്രിയുടെയും പൂജാരിയുടെയും അതുപോലെ തന്നെ വിശ്വാസികളുടെയും ആവശ്യമാണ്. പങ്കുണ്ട്. വിശ്വാസമില്ലാത്ത ആൾ അവിടെ പോയി കഴിഞ്ഞാൽ തുപ്പുകയും തൂറുകയൊക്കെ ചെയ്യാം. അപ്പോൾ വിശ്വാസികളെയും കൂടി ആശ്രയിച്ചിരിക്കുകയാണ് അവിടെ. ശബരിമല അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായിരുന്നു. അദ്ദേഹം സമാധിയാകുന്നതിന് മുമ്പേ പ്രകടിപ്പിച്ചൊരാഗ്രഹം അനുസരിച്ചാണ് ഇത്തരം വ്രതസമ്പ്രദായങ്ങൾ നിലവിൽ വന്നതാണ് ഭക്തരുടെ വിശ്വാസം. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ആവശ്യമാണ് തീർച്ചയായിട്ടും. പക്ഷേ നമ്മുടെ ക്ഷേത്രത്തിൽ മറന്നുകൊണ്ടുള്ള മാറ്റം കൊണ്ടുവന്നാൽ അതിലൂടെ നമ്മുടെ മൂല്യങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. കുളിപ്പിച്ച് കുട്ടിയില്ലാതാക്കാൻ ഇടവാക്കരുത്. നമ്മൾ സാധാരണ ശങ്കരാചാര്യർ അദ്വൈതമാണ് സ്ഥാപിച്ചത്, നാരായണ ഗുരുദേവനും അദ്വൈതമാണ് സ്ഥാപിച്ചത്. ചട്ടമ്പി സ്വാമിയുടെ നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാൽ അവർക്ക് തിരിച്ചു വന്നാണ് ക്ഷേത്രം സ്ഥാപിച്ചത്. അതാണ് കുറേ ആചാരങ്ങൾ, അതിനകത്ത് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ എന്നെ ക്ഷണിച്ചു കൊണ്ടുപോയി ഞാൻ പോയിട്ടുണ്ട്. ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് പ്രശ്നം വയ്ക്കരുത്, തിരിച്ചു വരണമെന്ന് പറഞ്ഞു.
പക്ഷേ എനിക്ക് എല്ലാവരോടും ഈശ്വരനാണെങ്കിലും ഞാൻ ആചാരം അനുഷ്ഠിച്ചു. അമ്മ പ്രതിഷ്ഠ നടത്തിയ സമയത്ത് മാധവിജിയെ എല്ലാ തന്ത്രികളെയും വിളിച്ചിട്ട് ചർച്ചതിന് ശേഷമാണ് അമ്മ പ്രതിഷ്ഠ നടത്തിയത്. അമ്മ സന്യാസം കൊടുത്തപ്പോഴും സന്യാസ പരമ്പരയെ ക്ഷണിച്ച് വരുത്തി അവരുടെ വഴിയാണ് കൊടുത്തത്. ആചാരങ്ങളൊന്നും ലംഘിച്ചതൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ക്ഷേത്രങ്ങൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ തൂണുകളാണ്. ക്ഷേത്രം നമ്മുടെ സംസ്കാരത്തിൻ്റെ തൂണുകളാണ്. അത് നമ്മൾ സംരക്ഷിക്കേണ്ട ആവശ്യമാണ്. അല്ലെങ്കിൽ അത് നൂല് വെട്ടിയ പട്ടം പോലായിത്തീരും. നമുക്കറിയാം, ഇപ്പം നമ്മൾ ഈ രാജ്യത്തൊക്കെ പോകുമ്പോൾ പണ്ട് പ്ലെയിനകത്ത് ഇന്ന ഭാഗത്ത് സിഗരറ്റ് വലിക്കാമെന്ന് പറയും. അപ്പോൾ അത് നിർത്തി പ്ലെയിൻ സ്റ്റേഷനിൽ ഇന്നിടത്തെ സിഗരറ്റ് വലിക്കാൻ പാടുള്ളൂ. അപ്പം പുറത്ത് നോക്കുമ്പോൾ ഇന്ന പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം സാധാരണ നമ്മളറിയാം മണ്ണാറശാലയിലെ അമ്മയാണ് പൂജിക്കുന്നത്. ചില ക്ഷിതകളുണ്ട്, കോളേജുകളുണ്ട്, സ്കൂളുകളുണ്ട്, ആമ്പിളർക്കുള്ള സ്കൂളുകളുണ്ട്. അതുപോലെ അപ്പം ലിംഗവ്യത്യാസം എന്ന് പറയാൻ നമുക്ക് പറ്റുകയില്ല. കുഞ്ഞിലെയുള്ള ഇത്ര വയസ്സ് വരെയും കയറാമെന്നുള്ളതുകൊണ്ട് സ്ത്രീകളവിടെ തള്ളിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി കള്ളം പറഞ്ഞാൽ കണ്ണ് പൊട്ടും. നമ്മൾ കുഞ്ഞിലെ അമ്മമാർ പറയും, കള്ളം പറഞ്ഞാൽ കണ്ണ് പൊട്ടും, കള്ളം പറഞ്ഞാൽ മൂക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മുടെയൊക്കെ മൂക്കും കണ്ണും പൊട്ടണം. പക്ഷേ ആ സമയത്ത്, വിവേകമില്ലാത്ത സമയത്ത് ആ വാക്കത് ഉപകരിച്ചു. അത് പ്രായോഗിക യുക്തിയാണ്. ഒരു കുഞ്ഞ് അച്ഛൻ്റെ അടുത്ത് ആനയുടെ പടം വരച്ചിട്ട്, അച്ഛാ ഞാൻ ആനയുടെ പടം വരച്ചു പറഞ്ഞു. അപ്പം അച്ഛൻ നോക്കിയപ്പോൾ 5-6 കുത്തും വരെയുള്ളൂ. അച്ഛൻ പറഞ്ഞ ആനയുടെ പടമൊന്നുമല്ലടാ, 5-6 കുത്തും വരെയുള്ളൂ. അപ്പോഴ് കൊച്ചു വിളി വയ്ക്കാൻ തുടങ്ങി. കരഞ്ഞ് എന്തൊക്കെ പറഞ്ഞിട്ടും കരച്ചിൽ ചെയ്യുന്നില്ല. ഓരോന്നും എടുത്ത് എഴുതാൻ തുടങ്ങി. അവസാനം അച്ഛൻ പറഞ്ഞു, മോനെ അച്ഛൻ്റെ കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് മനസ്സിലാക്കാമായിരുന്നു. കണ്ണാടി വെച്ചപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കിയത്. നല്ലവണ്ണം എൻ്റെ മോൻ ആനയുടെ പടം വരച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഹൃദയത്തിൻ്റെ ഭാഷയാണത്. കാരണം ഹൃദയത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് നമ്മൾ ആ തലത്തിലേക്ക് ഇറങ്ങി ചെല്ലണം. നമ്മൾ ക്ഷേത്രങ്ങളിൽ ഷെയർ കേസ് പോലാണ്. ഷെയർ കേസ് കയറി കഴിയുമ്പോൾ വെളി ചെല്ലുമ്പോൾ മേളുകൊണ്ട് വാർത്തിരിക്കുന്ന ഒന്ന് തന്നെ ഷെയർ കേസ് ഒന്ന് തന്നെ മനസ്സിലാവും. സിമെൻറ്റും അതുപോലെ മെറ്റലും ചരലും കൊണ്ടാണ്. പക്ഷെ എന്നും പറഞ്ഞ് നമ്മൾ ഷെയർ കേസ് തള്ളിക്കളയത്തില്ല. എല്ലാ ഈശ്വരനാന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൂട് വരണം. പിന്നെ എല്ലാത്തിലും ഈശ്വരനെ തന്നെ കാണുന്നു. അപ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ കളയുക എന്ന് വെച്ചാൽ, നമുക്കറിയാം ശബരിമല സമയത്ത് അമ്മ ഒരു റിസർച്ച് പോലെ നടത്തി. ഒരു 10-15 വർഷം കൊണ്ട് കണ്ടിന്യൂ ആയിട്ട് എല്ലാ ആസ്പത്രിയിലും ഞാൻ ആൾക്കാരെ അയക്കുമ്പോൾ ആ മാസങ്ങളിൽ 30%, 40% രോഗികൾ കുറവാണ്. അപ്പോൾ രോഗികൾ എന്താണ്? ആ 40%, 30%, 20% കുറവാണ് മിക്ക ഹോസ്പിറ്റലുകളിലും. കാരണം ഈ സമയത്ത് അവർ കുടിക്കുന്നില്ല, മാംസാഹാരം കഴിക്കുന്നില്ല, ചീത്ത വിളിക്കുന്നില്ല ഭാര്യമാരെ, കുടുംബമായി തന്നെ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ എത്രയോ സമൂഹത്തിൽ ഈ ശരീരവും മാനസികമായിട്ട് താളലയം കൊണ്ടുവരുന്നൊരു സ്ഥാനമാണ് ക്ഷേത്രം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ സംസ്കാരത്തെ നിലനിർത്തേണ്ട ആവശ്യമാണ്. ഇതാണ് നമ്മുടെ കുറ്റി ഇതിലാണ് നിൽക്കുന്നത്. അപ്പം എല്ലാവരും അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് നീങ്ങണമെന്നാണ് അമ്മയ്ക്ക് പറയാനുള്ളത്. ഒറ്റ കാര്യം പറയുന്നത്, ഇപ്പോൾ അർജുനൻ കൃഷ്ണനോട് യുദ്ധമുറ ചോദിച്ച്, അപ്പോൾ കൃഷ്ണൻ പറഞ്ഞ് ഭീഷ്മരെടുത്ത് ചോദിക്കാൻ പറയും. കാരണം അത് അധികാരഭേദം അനുസരിച്ച് പറഞ്ഞു കൊടുത്തതാണ്. അതുപോലെ എനിക്ക് പറയാനുള്ളത്, ഭക്തരായ ഈ തന്ത്രിയും പൂജാരികളും അതുപോലെ ഭക്തരായ നിങ്ങളെപ്പോലുള്ള എല്ലാവരും കൂടി വിചാരിച്ച് അവരാണ് തീരുമാനിക്കേണ്ടത്. പയ്യത്തിന് പനയും തിന്നാം. അതുകൊണ്ട് എനിക്ക് മറ്റൊന്നും പറയാനില്ല. കൂടുതൽ സംസാരിക്കാൻ വന്നതല്ല, മറ്റൊന്നും പറയാനില്ല. മറ്റുള്ള കാര്യങ്ങളെല്ലാം മക്കൾ ഇവിടുന്ന് എല്ലാം പറഞ്ഞു തരും. നമസ്കാരം.